Hi dear friends, Plus 1 Accountancy Chapter 2 Theory Base of Accounting എന്ന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഗ്യാപ്പ് എന്ന് പറയുന്നത് GAAP ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. നിങ്ങൾക്കറിയാമോ, നമ്മൾ അക്കൗണ്ട്സിൽ മെയിനായിട്ട് പണ്ട് തൊട്ടേ പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന രീതികളുണ്ട്. യൂണിവേഴ്സലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഓരോ നാടിനും ഒരു കൾച്ചറുണ്ട്. അത് പറഞ്ഞതുപോലെ അക്കൗണ്ടൻസിക്ക് പണ്ട് തൊട്ടേ ചെയ്തു വന്ന ഒരു രീതിയുണ്ട്. അതിനെയാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ കേരളത്തിൽ ചെയ്യുന്ന പോലെ തന്നെയായിരിക്കും ബോംബെയിലും കമ്പനികളുടെ അക്കൗണ്ട്സ് ചെയ്യുന്നത്. അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ അക്കൗണ്ടൻറ്റ് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ബേസിക്കായിട്ടുള്ള പ്രിൻസിപ്പിൾസാണ് ഇതിനകത്ത് പറയുന്നത്. ഒന്നാമതായിട്ട് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്? ഇത് ഞാൻ മലയാളത്തിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങളത് വായിച്ച് ടെക്സ്റ്റ് ബുക്കിൽ ടീച്ചർ എഴുതുന്ന നോട്ടും വെച്ച് പഠിക്കണം. എന്താണെന്ന് മാത്രം ഞാൻ പറഞ്ഞു തരാം മലയാളത്തിൽ. അപ്പോൾ നിങ്ങൾക്കത് പിന്നീട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുകയും, അതേപോലെ നിങ്ങൾ എപ്പോഴും ആൻസർ എഴുതുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് ലാംഗ്വേജിൽ ആൻസർ എഴുതണം. കാണാതെ പഠിക്കേണ്ട, മനസ്സിലാക്കി വെച്ചിട്ട് അത്യാവശ്യം നല്ല വേർഡ്സ് ഉപയോഗിച്ച് എഴുതണം. അപ്പോൾ ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. This concept implies that a business unit is separate and distinct from the owner or owners, that is, the person who supply capital to it. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ മെയിനായിട്ട് ചിന്തിക്കേണ്ടത്, ഒരു ഓണർ ആരാണോ പൈസ മുടക്കുന്നവരെ നമ്മൾ ഓണർ എന്ന് പറയുന്നു. അദ്ദേഹം കൊണ്ടുവരുന്ന പൈസ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നു. അപ്പം ഈ ഓണർ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകുന്നു. ഓണർ ക്യാപിറ്റൽ തന്ന ഒരാളായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ബിസിനസ് വേറെ, ബിസിനസ്സുകാരൻ വേറെ. ഒരിക്കലും ബിസിനസ്സുകാരന് ബിസിനസ്സിനകത്തെ പൈസയിൽ ഇഷ്ടമുള്ളപ്പോൾ എടുത്തുകൊണ്ട് പോകാനോ തോന്നുന്ന പോലെ ചെയ്യാനോ, അങ്ങനെ അവർക്ക് പൈസ എടുത്തുകൊണ്ട് പോകാമെങ്കിലും ബിസിനസ് വേറെ, ബിസിനസ്സുകാരൻ വേറെ. രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ ഒക്കത്തില്ല. ബിസിനസ്സുകാരൻ്റെ ഇരിക്കുന്ന പേഴ്സണൽ പൈസയും കമ്പനിയിലേക്ക് ഇട്ട പൈസയും തമ്മിൽ മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ബിസിനസ് വേറെ, ബിസിനസ്സുകാരൻ വേറെ. അതുകൊണ്ട് തന്നെ ബിസിനസ് എപ്പോഴും ബിസിനസ്സുകാരൻ തന്ന പൈസയെ ക്യാപിറ്റലായിട്ടാണ് കാണുന്നത്. അതൊരു സമയത്ത് അവർ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അതില്ലെങ്കിൽ കൊടുക്കുവാൻ ബാധ്യസ്ഥ ആണ് ബിസിനസ്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ അതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. രണ്ടാമത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദിസ് കൺസെപ്റ്റ് ഇംപ്ലൈസ് ദാറ്റ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ആർ റെക്കോർഡ് ഇൻ ദ അക്കൗണ്ട്സ്. എപ്പോഴും ഓർത്തോണം, പൈസയുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് മാത്രമേ അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുകയുള്ളൂ. നമുക്കൊരിക്കലും സമരം നടന്നു, ഈ മാസം ലോസ് ആയിപ്പോയി, അല്ലെ പുതിയ മാനേജർ വന്നു, ഇത്രയും ശമ്പളം കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് ലോസ് ആയിപ്പോയി, ഇങ്ങനെയൊന്നുമുള്ള കാര്യങ്ങളൊന്നും വേർഡ്സിൽ എഴുതി വെക്കാനൊക്കത്തില്ല. അക്കൗണ്ട്സിൽ എപ്പോഴും മണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ രേഖപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. അടുത്തത് മൂന്നാമത്തെ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ബേസിക് അസംപ്ഷൻ ദാറ്റ് ബിസിനസ് ഈസ് എ ഗോയിങ് കൺസേൺ ആൻഡ് വിൽ കണ്ടിന്യൂ ഇറ്റ്സ് ഓപ്പറേഷൻ ഫോർ ഫോർസീബിൾ ഫ്യൂച്ചർ. ഒരു മുന്നോട്ട് കുറേ നാളത്തേക്ക് ഈ ബിസിനസ് റൺ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് എപ്പോഴും നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല വലിയ എക്സ്പെൻസും നമ്മൾ വരും വർഷങ്ങളിൽ ഓരോ വർഷവുമായിട്ട്, ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു മെഷീൻ മേടിച്ചാൽ നമ്മളതൊരു 10 വർഷം ഉപയോഗിക്കും. അപ്പോൾ ഓരോ വർഷം 1 ലക്ഷം രൂപ വെച്ചായിരിക്കും നമ്മൾ ചാർജ് ചെയ്യുന്നത് ബിസിനസ്സിന്. ഓക്കെ, അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഈ ബിസിനസ് അടുത്ത 10 വർഷം അല്ലെ അതിനപ്പുറത്തേക്ക് നിലനിൽക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളങ്ങനെ അക്കൗണ്ട്സ് ചെയ്യുന്നത്. അടുത്ത കോസ്റ്റ് കൺസെപ്റ്റ്. കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മേടിച്ച വിലയിലാണ് എപ്പോഴും ബിസിനസ്സിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, നിങ്ങൾ ഈ വർഷം ഒരു 10,000 രൂപയുടെ ഒരു കമ്പ്യൂട്ടർ മേടിച്ചു, അല്ലെങ്കിൽ 20,000 രൂപയുടെ ഒരു കമ്പ്യൂട്ടർ മേടിച്ചു. പെട്ടെന്ന് ആ ഒരു കമ്പ്യൂട്ടറിന് ഡിമാൻഡ് കൂടിയിട്ട് അടുത്ത വർഷം മാർക്കറ്റിൽ അതിന് 25,000 ആയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട്സിൽ അത് 25,000 എന്ന് എഴുതാൻ ഒക്കത്തില്ല. നിങ്ങൾ മേടിച്ച 20,000 ആണെങ്കിൽ ആ 20,000 തന്നെ എപ്പോഴും
എഴുതി വെക്കാൻ സാധിക്കത്തുള്ളൂ. അതാണ് കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഇത് അക്കൗണ്ട്സിൻ്റെ മെയിനാണ്, അല്ലെങ്കിൽ അക്കൗണ്ട്സിൻ്റെ നമ്മൾ ഏറ്റവും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഭാഗമാണ്. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് എവറി ട്രാൻസാക്ഷൻ ഓർ ഇവൻറ്റ് ഹാസ് ടു ആസ്പെക്ട്, ഡ്യുവൽ ആസ്പെക്ട്. ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ട്, ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഒരു 5 രൂപ നിലത്ത് പോവുകയാണെങ്കിൽ അത് മറ്റൊരാൾക്ക് കിട്ടുവാണെങ്കിൽ നമ്മുടെ നിന്ന് പോയി മറ്റൊരാൾക്ക് കിട്ടി. അപ്പം ഒരു ഗിവിങ് ആസ്പെക്റ്റും ഒരു ടേക്കിംഗ് ആസ്പെക്റ്റും ഉണ്ട്. അപ്പോൾ അക്കൗണ്ട്സിലെ ഓരോ ട്രാൻസാക്ഷൻസിനും ഒരു ഡെബിറ്റും കാണും, ഒരു ക്രെഡിറ്റും കാണും. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയാം, നിങ്ങൾ ഒരാൾക്ക് പൈസ കൊടുത്തു. ഓക്കെ, നമുക്ക് ആ പൈസ നിങ്ങളുടെ നിന്ന് പോന്നു, മറ്റൊരാൾക്ക് കിട്ടുന്നു. അപ്പോൾ 2 ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. അതേപോലെ ബിസിനസ്സിനകത്ത് വരുന്ന ഓരോ ട്രാൻസാക്ഷൻസിനെ 2 അക്കൗണ്ടിൽ അത് പ്രതിഫലിക്കും. അതാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത പീരിയോഡിസിറ്റി കൺസെപ്റ്റ്. പീരിയോഡിസിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മുടെ അക്കൗണ്ട്സ് എപ്പോഴും ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പീരീഡിലേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കിയാലും ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കിയാലും അത് ഏപ്രിൽ തൊട്ട് അടുത്ത മാർച്ച് വരെ, അല്ലെങ്കിൽ ജനുവരി തൊട്ട് ഡിസംബർ വരെ, അങ്ങനെ ഒരു പർട്ടിക്കുലർ പീരീഡിലേക്കായിരിക്കും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. അത് എല്ലാ കമ്പനികളും അങ്ങനെ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കും. അടുത്ത മാച്ചിങ് കൺസെപ്റ്റ്. മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മൾക്ക് according to this concept, revenue during an accounting period are matched with the expense incurred during the period to earn the revenue during that period. മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 2020 അല്ലേ ഇത്? 2020 നിങ്ങൾ കുറേ പൈസ ചിലവാക്കി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിറ്റു. നിങ്ങൾക്ക് 2021 അതിൻ്റെ സെയിൽസ് കാണിക്കാൻ ഒക്കത്തില്ല. നിങ്ങൾ ഈ വർഷം വിറ്റെങ്കിൽ ഈ വർഷം തന്നെ വിറ്റു എന്ന് പറഞ്ഞ് എഴുതുകയും ഈ വർഷം തന്നെ അതിൻ്റെ ചിലവ് കണക്കാക്കുകയും ചെയ്യണം. എന്നാലേ ഈ വർഷത്തെ ലാഭനഷ്ടം എടുക്കുമ്പോൾ കറക്റ്റ് ലാഭവും നഷ്ടവും കാണാൻ പറ്റത്തുള്ളൂ. ഈ വർഷം വിറ്റതിൻ്റെ ചിലവെല്ലാം കൂടെ അടുത്ത വർഷം കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവുമോ? ഇല്ല, ഈ വർഷം ഒത്തിരി പ്രോഫിറ്റ് കാണിക്കും. മനസ്സിലായി? അങ്ങനെ നമ്മൾ ആ ഒരു മാച്ച് ചെയ്യണം. ഈ വർഷം നടക്കുന്ന ചിലവും ഈ വർഷം നടക്കുന്ന വരവും അത് തമ്മിൽ മാച്ചാക്കി വെക്കണം. ഓക്കെ, അത് നിങ്ങൾ കണക്കുകൾ ചെയ്യുമ്പോൾ മനസ്സിലാവും, അല്ലെ മുന്നോട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് വരുമ്പോൾ മനസ്സിലാവും. റിയലൈസേഷൻ കൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് realization concept, any change in the value of asset is to be recorded only when the business realize it. എന്താണെന്നറിയാം റിയലൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു 10,000 പീസ് ബ്രെഡ് അല്ലെ എന്താ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ്, അതിന് ഓർഡർ കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എഴുതാൻ പറ്റത്തില്ല, ഇത്ര രൂപയുടെ സെയിൽസ് നടന്ന് എനിക്ക് ഇത്ര രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞ് കണക്കെഴുതാൻ പറ്റത്തില്ല. ഓർഡർ വരും, ചിലപ്പോൾ അത് ക്യാൻസലായി പോവാം അല്ലേ. അപ്പം അത് റിയലൈസ് ആകണം. നിങ്ങളിൽ നിന്ന് സാധനം വന്ന് അത് നമ്മൾ കൊടുത്ത് അതിൻ്റെ പൈസയൊക്കെ കിട്ടി. പൈസ കിട്ടുന്നത് രണ്ടാമത്തെ കാര്യമാണ്. നമ്മുടെ നിന്ന് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇരുന്ന ആ സാധനം നമ്മൾ മറ്റേ ആൾക്ക് കൊടുത്ത് കസ്റ്റമറിന് കൊടുത്താൽ മാത്രമേ അതൊരു റിയൽ സെയിൽസ് ആയിട്ട് മാറത്തുള്ളൂ. അപ്പോൾ അത് റിയലൈസ് ചെയ്യണം. ഓരോ കാര്യങ്ങളും ശരിയായിട്ട് സംഭവിച്ചതിന് ശേഷം മാത്രമേ അക്കൗണ്ട്സിൽ എഴുതാൻ സാധിക്കത്തുള്ളൂ. ഒബ്ജക്റ്റീവ് ഓർ എവിഡൻസ് കൺസെപ്റ്റ്. ഒബ്ജക്റ്റീവ് ഓർ എവിഡൻസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന എല്ലാ എഴുത്തുകൂത്തുകൾക്കും ഒരു രേഖയുണ്ടായിരിക്കണം. ഒരു എന്താണ്, വെളിയിൽ നിന്ന് ഒരാൾ നോക്കിയാൽ ഇത് സത്യമാണ്, ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ അവിടെ നടന്നിട്ടുണ്ടെന്നുള്ള അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു പ്രൂഫ് അവിടെ ഉണ്ടായിരിക്കണം. ഒരു ബില്ലോ, ഒരു റെസിപ്റ്റോ, ഒരു ഇൻവോയ്സോ, ഇതൊക്കെ ഉണ്ടായിരിക്കണം. Accrual concept. According to accrual concept, the effect of the transaction are recognized on mercantile basis when they occur and not when the cash is paid or received. എന്ന് പറഞ്ഞാൽ അക്രൂവൽ കൺസെപ്റ്റ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഒരു സാധനം വിറ്റു, 100 രൂപയ്ക്ക് ഒരു സാധനം വിറ്റു. പൈസ അദ്ദേഹം പറയും ഞാൻ അടുത്ത ആഴ്ച തരാം എന്ന് പറഞ്ഞാലും പൈസ കിട്ടിയാലും ഇല്ലെങ്കിൽ നിങ്ങൾ ആ 100 രൂപയുടെ സാധനം വിറ്റെങ്കിൽ അത് വിറ്റു എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തും. പൈസ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അത് രണ്ടാമത്തെ കാര്യമാണ് അക്രൂവൽ കൺസെപ്റ്റിൽ. അതായത് ക്യാഷ് ബേസിസ് ആണെങ്കിൽ നമ്മൾ ക്യാഷ് കിട്ടിയതിന് ശേഷമേ സെയിൽസ് നടക്കത്തുള്ളൂ. എന്നാൽ അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും നമുക്ക് പൈസ കിട്ടിയോ ഇല്ല എന്നുള്ളത് അത്ര നിർബന്ധമല്ല. നമുക്ക് കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ രേഖപ്പെടുത്തും. അതേപോലെ നമുക്ക് സെയിൽസ് നടന്നു എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തും. അതേപോലെ ഈ മാസത്തെ റെൻറ്റ് നിങ്ങൾക്ക് കൊടുക്കണം. നിങ്ങൾ കൊടുത്തില്ലായിരിക്കും, അടുത്ത മാസമായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. പക്ഷേ ഈ മാസം ഇത്ര റെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളതിൽ ചിലവായിട്ട് ഈ മാസം തന്നെ കാണിച്ചിരിക്കണം. അതാണ് അക്രൂവൽ കൺസെപ്റ്റ്. കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്ന രീതികൾ നമ്മൾ ഓരോ വർഷം ഓരോ രീതിയിൽ നമുക്ക് അക്കൗണ്ട്സ് ചെയ്യാനൊക്കത്തില്ല. നമുക്കറിയാം ഓരോ കമ്പനിക്ക് ഓരോ രീതി ഉണ്ട്. ജനറലി അക്കൗണ്ടിങ് റൂൾസ് എല്ലാം സെയിം ആണെങ്കിലും അല്പമായിട്ടുള്ള രീതികളൊക്കെ
ഇച്ചിരി വ്യത്യാസപ്പെട്ടിരുന്നാൽ അതുതന്നെ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ വർഷവും കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ്. ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾ ഒരേ രീതിയിലുള്ള റെസിപ്റ്റാണ് വെക്കുന്നെങ്കിൽ അടുത്ത വർഷം അങ്ങനെ റെസിപ്റ്റൊക്കെ കറക്റ്റായിട്ട് വെച്ച് പോകണം, അല്ലെങ്കിൽ ഫയൽ ചെയ്ത് പോകണം. ഓരോ കാര്യത്തിലും ഓരോ സിസ്റ്റവും കറക്റ്റ് ആയിരിക്കണം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റിയാൽ ഇത് അക്കൗണ്ട്സിനെ ശരിയായിട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിച്ച പ്രിൻസിപ്പിൾസ്. ഇതാണ് തിയറി. രണ്ടാമത്തെ ചാപ്റ്ററിലെ മെയിനായിട്ടുള്ള ഒരു ടോപ്പിക്ക്. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിന് ശേഷമേ എഴുതാവൂ, ഇല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടത്തില്ല. കാരണം ഞാൻ എൻ്റേതായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകട്ടെ എന്നോർത്ത് പറഞ്ഞു തരുന്നതാണ്. ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഇത് മനസ്സിലാക്കിയെടുക്കുക, കൂടുതലായിട്ട് മനസ്സിലാക്കിയെടുക്കുക. ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ മനസ്സിലായില്ല എങ്കിൽ ക്ലാസ് കേട്ട് നോക്കുക. അപ്പോൾ അല്പം കൂടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കും. ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നിങ്ങൾ തീർച്ചയായും നല്ല മാർക്ക് മേടിക്കുവാൻ സാധിക്കും. കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പഠിക്കുക. ഓക്കെ, താങ്ക് യു.